നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂരിനെ കടക്കണിയിലാക്കിയെന്ന് ആരോപിച്ച് നഗരസഭയ്ക്ക് അവാർഡ് നൽകിയ പ്രതിപക്ഷം. കൗൺസിൽ യോഗത്തിലായിരുന്നു നാടകീയ രംഗങ്ങൾ. ഗൗരവതരമുള്ള വിഷയം ചെയർമാൻ നിസ്സാരവൽക്കരിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ. വിഷയത്തിൽ സാധ്യമായത് ചെയ്യുമെന്ന് ചെയർമാൻ M കൃഷ്ണദാസ്. തീവ്രത കുറഞ്ഞുവെങ്കിലും മഴ തുടരുന്നു. നാശനഷ്ടങ്ങൾ വ്യാപകം. കനത്ത മഴയിൽ പെരുമ്പിലാവ് ആൽത്തറയിൽ വീടിന്റെ മുൻവശം തകർന്നു. പുന്നൂർക്കുളത്ത് കോൺക്രീറ്റ് ജലസംഭരണി കിണറിന് മുകളിലേക്ക് തകർന്നു വീണു. ഓപ്പറേഷൻ അരണക്കിളി 3 മീൻപിടുത്ത വള്ളങ്ങൾ പിടികൂടി. ട്രോളിംഗ് നിരോധന കാലത്ത് നിയമം ലംഘിച്ച് പ്രജനനത്തിന് പാകമായ കടലിലെ അടിത്തട്ട് മീനുകൾ പിടിച്ച ഫൈബർ വള്ളങ്ങൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘമാണ് പിടികൂടിയത്. 85,000 രൂപ പിഴ ഈടാക്കി. വള്ളങ്ങളിലെ മീൻ ലേലം ചെയ്ത് കിട്ടിയത് 3.43 ലക്ഷം രൂപ. പരിശോധന ഇനിയും തുടരുമെന്ന് അധികൃതർ. സർക്കാർ ആശുപത്രിയിലേക്ക് വഴിയൊരുക്കുന്നതിൽ അനാസ്ഥയെന്ന ആരോപണം. എരുമപ്പെട്ടിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. വാർത്തകൾ വിശദമായി. ഗുരുവായൂരിനെ കടക്കണിയിലാക്കിയെന്ന് ആരോപിച്ച് നഗരസഭയ്ക്ക് അവാർഡ് നൽകി പ്രതിപക്ഷം. കൗൺസിൽ യോഗത്തിലായിരുന്നു നാടകീയ രംഗങ്ങൾ. ഗുരുവായൂരിലെ ജനതയെ കടക്കണിയിലാക്കിയ LDF ഭരണസമിതിക്ക് ഒരു സംസ്ഥാന അവാർഡ് എന്ന ശീർഷകത്തിലാണ് പ്രതിപക്ഷം പ്രതീകാത്മക അവാർഡ് നൽകിയത്. നഗരസഭ ലേലം ചെയ്ത് നടത്താൻ കൊടുത്ത കെട്ടിടത്തിന് കുടിവെള്ള കണക്ഷൻ കുടിശ്ശിക അടയ്ക്കാത്തതിൽ ചാവക്കാട് താലൂക്ക് ഓഫീസിൽ നിന്നും ജപ്തിക്ക് മുമ്പുള്ള ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിന്റെ അവാർഡ് സമർപ്പണം. ഗൗരവമായ വിഷയം കൗൺസിലിന്റെ തുടക്കത്തിൽ ചർച്ചയ്ക്ക് ആവശ്യപ്പെട്ടപ്പോൾ ചെയർമാൻ നിഷേധാത്മകമായ സമീപനമാണ് പുലർത്തിയതെന്നാരോപിച്ച് യോഗത്തിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ലേലത്തിൽ ഏറ്റെടുത്ത കെട്ടിടത്തിന്റെ വൈദ്യുതിക്കരമായാലും വെള്ളക്കരമായാലും ഏറ്റെടുത്ത വ്യക്തിയാണ് തുക അടയ്ക്കേണ്ടത് എന്ന നിബന്ധന കരാർ കൊടുക്കുമ്പോൾ രേഖാമൂലം ഉറപ്പുവരുത്തിയില്ലെന്നും ഗൗരവമായ വിഷയം ചെയർമാൻ നിസ്സാരവൽക്കരിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് KP ഉദയൻ കുറ്റപ്പെടുത്തി. ഗുരുവായൂർ നഗരസഭ ലേലം ചെയ്ത് നടത്താൻ കൊടുത്ത ഒരു സ്ഥാപനത്തിൽ ഉപയോഗിച്ച വൈദ്യുതിയാണെങ്കിലും വെള്ളക്കരമാണെങ്കിലും അത് ആ ലേലം ഏറ്റെടുത്ത ആ ടെൻഡർ ഏറ്റെടുത്ത ആ വ്യക്തിയാണ് അല്ലെങ്കിൽ ആ സ്ഥാപനമാണ് അത്തരത്തിലുള്ള ബില്ലുകളൊക്കെ തന്നെ അടച്ചു തീർക്കേണ്ടത് എന്ന ഒരു നിബന്ധന കരാർ കൊടുക്കുമ്പോൾ തന്നെ നഗരസഭ ഒപ്പിടിച്ചു വാങ്ങുന്നതാണ്. എന്നാൽ എന്തുകൊണ്ട് അത്തരത്തിൽ നടത്താൻ കൊടുത്ത ഒരു സ്ഥാപനത്തിലെ വെള്ളക്കരവും കറണ്ട് ബില്ലും ഒന്നും ആ വ്യക്തികളോ ആ സ്ഥാപനങ്ങളോ അടച്ചിട്ടില്ല എന്ന് കാണുമ്പോൾ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഗുരുവായൂരിലെ ജനങ്ങളെ മുഴുവൻ കടക്കണിയിലാക്കിയ നഗരസഭയുടെ ചെയർമാൻ രാജിവെച്ച് ഗുരുവായൂരിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങൾ ജനാധിപത്യപരമായിട്ടാണ് ഇവിടെ സമരം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചത്. അതിനെ നിഷേധാത്മകമായ രീതിയിലാണ് ചെയർമാൻ അതിനെ കൈകാര്യം ചെയ്തത്. എന്നാൽ നിയമപ്രകാരം കരം അടയ്ക്കേണ്ടത് നഗരസഭയല്ലെന്നും കരാർ ഏറ്റെടുത്ത വ്യക്തി മരണപ്പെട്ട സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ആളുമായി ചർച്ച നടത്തി തുക ഈടാക്കുവാനായി നിയമപരമായ ഇടപെടൽ നടത്തുമെന്നും നഗരസഭാ ചെയർമാൻ K കൃഷ്ണദാസ് പറഞ്ഞു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. തീവ്രതയ്ക്ക് കുറവ് വന്നെങ്കിലും മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. മഴയ്ക്കൊപ്പം വീശുന്ന കാറ്റിൽ നാശനഷ്ടങ്ങൾ വ്യാപകമാവുകയാണ്. തീരപ്രദേശങ്ങളിൽ ജാഗ്രത തുടരണമെന്ന് അറിയിപ്പുണ്ട്. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലിറങ്ങാൻ വിലക്കുമുണ്ട്. അടുത്ത 2 ദിവസം കൂടി മഴ തുടരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കനത്ത മഴയിൽ ആൽത്തറയിൽ വീടിന്റെ മുൻവശം തകർന്നു വീണു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കടവലൂർ പഞ്ചായത്ത് 13-ാം വാർഡ് പുത്തൻകുളം ആൽത്തറ വീട്ടിലിൽ അബൂബക്കറിന്റെ വീടാണ് തകർന്നത്. ഏറെ പഴക്കമുള്ള വീടിന്റെ ഓടിട്ട ചുമരുൾപ്പെടെയുള്ള മുൻഭാഗമാണ് ശനിയാഴ്ച പുലർച്ചെയോടെ തകർന്നു വീണത്. പഴയ ഓടിട്ട വീടിനോട് ചേർന്നുള്ള വാർപ്പിൽ നിർമ്മിച്ച മറ്റൊരു ഭാഗത്തെ മുറിയിലാണ് 5 അംഗമടങ്ങിയ വീട്ടുകാർ ഉറങ്ങിയിരുന്നത്. പുലർച്ചെ ഉറക്കമെണീറ്റപ്പോഴാണ് വീടിന്റെ മുൻവശം തകർന്നതായി വീട്ടുകാർ അറിയുന്നത്. കാലപ്പഴക്കം ചെന്ന വീട് സമീപവാസിയുടെ പുരയിടത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ടെന്ന് കാട്ടി അയൽവാസി കുടുംബം മാസങ്ങൾക്ക് മുമ്പ് അധികാരികൾക്ക് പരാതി നൽകിയതായും പറയുന്നു. എന്നാൽ ഉടമസ്ഥൻ പൊളിച്ചുമാറ്റാൻ തയ്യാറായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. നിലവിൽ പൊളിഞ്ഞ ഭാഗത്തിന്റെ ബാക്കി ഭാഗം റോഡിലേക്കും സമീപവാസിയുടെ വീടിനു മുകളിലേക്കുമാണ് വീഴാൻ സാധ്യത എന്നതിനാൽ ബാക്കി ഭാഗം ഉടമസ്ഥൻ ഉടൻ പൊളിച്ചുമാറ്റി അപകട ഭീഷണി ഒഴിവാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിലുള്ള കാലപ്പഴക്കം ചെന്നതും അപകട ഭീഷണിയായതുമായ ഇത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനായി വില്ലേജ് പഞ്ചായത്ത് അധികാരികൾ നോട്ടീസ് നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പുന്നൂർക്കുളത്ത് കോൺക്രീറ്റ് ജലസംഭരണി കിണറിന് മുകളിലേക്ക് തകർന്നു വീണു. കോറോത്തയിൽ പള്ളിക്ക് പടിഞ്ഞാറ് അത്താണിക്കൽ സുൽഫിക്കർ അലിയുടെ വീട്ടിലെ കോൺക്രീറ്റ് ജലസംഭരണിയാണ് കിണറിന് മുകളിലേക്ക് തകർന്നു വീണത്. കോൺക്രീറ്റ് പാളികൾ വീണ് കിണർ മൂടിയ നിലയിലാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30-ക്കാണ് സംഭവം.
സംഭരണിക്ക് വേണ്ടി കല്ലിൽ കെട്ടിയ ഉയർത്തിയ പമ്പ് ഹൗസും ഇതിനു മുകളിലെ 1000 ലിറ്ററിന്റെ കോൺക്രീറ്റ് സംഭരണിയുമാണ് വീണത്. കിണറിന്റെ ആൾമറയും തൂണുകളും തകർന്നു. സംഭരണി കുറച്ചു കാലമായി ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. എരുമപ്പെട്ടി മങ്ങാട് പുന്നംകോട് പള്ളിക്കുന്ന് പ്രദേശത്ത് വീടിന്റെ പുറകുവശം ഇടിഞ്ഞു താണു. ഫ്ളാറ്റ് റോഡിൽ തൃത്താലപ്പറമ്പിൽ മണികണ്ഠന്റെ വീടിന്റെ പുറകുവശവും ഇതിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയുമാണ് തകർന്നത്. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടുകൂടിയാണ് മഴയിലാണ് അപകടമുണ്ടായത്. വീടിന്റെ അടുക്കള വശത്തെ മണ്ണ് ഇടിഞ്ഞ് താഴുകയായിരുന്നു. കോൺക്രീറ്റ് ചെയ്ത കൊട്ടത്തളവും അലക്കുകല്ലും മതിലും ഷീറ്റ് മേയാൻ ഉറപ്പിച്ചിരുന്ന ഇരുമ്പുകാലുകളും ഇടിഞ്ഞു വീഴുകയായിരുന്നു. എരുമപ്പെട്ടി ആറ്റത്തറയിൽ വീട് തകർന്നു വീണു. പാണൻ വീട്ടിൽ മതീശൻ, രജനി എന്നിവരുടെ ഓടിട്ട വീടാണ് ഭാഗികമായി തകർന്നത്. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ആർക്കും പരിക്കില്ല. നിർധന കുടുംബം താമസിക്കുന്ന വീട് കാലപ്പഴക്കത്താൽ ചോർന്നൊലിക്കുന്ന സ്ഥിതിയിലായിരുന്നു. മഴയിൽ ഒരു വശത്തെ ചുമർ തകർന്ന് നിലംപൊത്തി മേൽക്കൂരയും പൊട്ടി വീഴാറായ അവസ്ഥയിലുള്ള വീട് പൂർണ്ണമായും വാസയോഗ്യമല്ലാതായി. വീട്ടിൽ താമസിക്കുന്ന രജനി സംസാരശേഷിയില്ലാത്ത ഭിന്നശേഷിക്കാരിയാണ്. മറ്റു വാർത്തകൾ. സർക്കാർ ആശുപത്രിയിലേക്ക് വഴിയൊരുക്കുന്നതിൽ അനാസ്ഥയെന്ന ആരോപണം. എരുമപ്പെട്ടിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നൂറുകണക്കിന് രോഗികൾ നിത്യേന എത്തിച്ചേരുന്ന എരുമപ്പെട്ടിയിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന പ്രായമുള്ള രോഗികൾക്ക് ഒപിയിലേക്ക് എത്തിച്ചേരുന്നതിന് വഴിയൊരുക്കുന്നതിൽ അധികൃതർ അനാസ്ഥ കാട്ടിയെന്ന് ആരോപിച്ചാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തിയത്. ദുർബലരും അവശരും പ്രായമായവരുമായവർക്ക് വഴിയൊരുക്കണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരാഴ്ച മുൻപ് നിവേദനം നൽകിയിരുന്നു. ചുമതലയുള്ള സൂപ്രണ്ട് അടിയന്തരമായി രോഗികൾക്ക് സുഗമമായി എത്താനുള്ള സൗകര്യം ഒരുക്കിത്തരാം എന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അധികൃതരുടെ അനാസ്ഥ കൊണ്ട് ഇപ്പോഴും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഇക്കാര്യം അന്വേഷിക്കാൻ ആശുപത്രിയിലെത്തിയപ്പോൾ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ലെന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന അവസ്ഥ മാറ്റണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പിന്നെ സൂപ്രണ്ടിനെ നേരിട്ട് കാണുവാനും അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുവാനും ഇവിടെ വന്നപ്പോൾ സൂപ്രണ്ട് ലീവാണ്. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 2 ഡോക്ടർമാർ മാത്രമാണ് ഇന്ന് OPയിൽ ചികിത്സക്കായിട്ടുള്ളത്. ഈ തരത്തിൽ രോഗികളോട് കാണിക്കുന്ന അനാസ്ഥ, ആ അനാസ്ഥക്കെതിരെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഈ ശക്തമായ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM നിഷാദിന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ കോൺഗ്രസ് നേതാക്കളായ PS സുനീഷ്, സെഫീന അസീസ്, K ഗോവിന്ദൻകുട്ടി, MC ഐജു, AV ബിജു, നജീബ് കൊമ്പത്തേതിൽ, AU മനാഫ്, ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഹോസ്പിറ്റലിൻ്റെ പിറകിൽ കാണുന്നത് പോലെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഇവിടെ പണി കഴിപ്പിച്ച് നിൽക്കുന്നുണ്ട്. ആ ബിൽഡിങ്ങുകൾ എത്രയും പെട്ടെന്ന് ഈ രോഗികൾക്ക്, പ്രായമായ ആളുകൾക്ക് ഡോക്ടർമാരെ കാണുന്നതിന് സൗകര്യപ്പെടുത്തുന്ന നിലക്ക് തുറന്നു കൊടുക്കണമെന്നാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങൾ ഈ സമരം ഇവിടെ ഒരിക്കലും അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് തുറന്നു കൊടുക്കുന്നത് വരെ, പ്രായമായ രോഗികളുടെ ആവശ്യം പരിഗണിക്കുന്നത് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ആവശ്യവുമായി സമരമുഖത്ത് ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നത്. ചൂണ്ടൽ പഞ്ചായത്ത് ലൈബ്രറി നേതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ കൈകോർക്കാം ലഹരിക്കെതിരെ എന്ന പേരിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ചൂണ്ടൽ സെന്ററിൽ നടന്ന ലഹരി വിരുദ്ധ ദിനാചരണം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി നേതൃസമിതി ചെയർമാൻ PK രാജൻ മാസ്റ്റർ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TA മുഹമ്മദ് ഷാഫി, കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ, എക്സൈസ് കുന്നംകുളം റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുനിൽ, ലൈബ്രറി നേതൃസമിതി കൺവീനർ K രാമകൃഷ്ണൻ, ചൂണ്ടൽ ഗ്രാമീണ വായനശാല സെക്രട്ടറി മധു ചൂണ്ടൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ പങ്കെടുത്തവർ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ഓപ്പറേഷൻ അരണക്കിളി 3 മീൻപിടുത്ത വള്ളങ്ങൾ പിടികൂടി. ട്രോളിംഗ് നിരോധന കാലത്ത് നിയമം ലംഘിച്ച് പ്രജനനത്തിന് പാകമായ കടലിലെ അടിത്തട്ട് മീനുകൾ പിടിച്ച ഫൈബർ വള്ളങ്ങൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘമാണ് പിടികൂടിയത്. 85,000 രൂപ പിഴ ഈടാക്കി. വള്ളങ്ങളിലെ മീൻ ലേലം ചെയ്ത് കിട്ടിയത് 3.43 ലക്ഷം രൂപയാണ്. ഓപ്പറേഷൻ അരണക്കിളി എന്നു പേരിട്ട പരിശോധനയിൽ തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള സെന്റ് പോൾ, സാമുവൽ, യഹോവ ശാലോം എന്നീ വള്ളങ്ങളാണ് പിടികൂടിയത്. 800 കിലോ കിളിമീനും 400 കിലോ അരണമീനും വള്ളങ്ങളിൽ നിന്ന് പിടികൂടി. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ 3 വള്ളങ്ങൾക്കുമായി 85,000 രൂപ പിഴ ചുമത്തി.
പിടികൂടിയ മീൻ പരസ്യലേലം ചെയ്ത വകയിൽ ലഭിച്ച 3.43 ലക്ഷം രൂപ ട്രഷറിയിൽ അടച്ചു. വലയിൽ കുരുങ്ങുന്നത് ഭൂരിഭാഗവും അടിത്തട്ടിലെ പ്രജനനത്തിന് പാകമായ മത്സ്യങ്ങളാണ്. നിയമവിരുദ്ധമായി ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന മത്സ്യം ഹാർബറുകളിൽ എത്തിക്കാതെ രാത്രിയിൽ സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സമാന്തര ഹാർബറുകളിൽ ഇറക്കി വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് ഇതു സംബന്ധിച്ച പരാതിയും ഫിഷറീസ് അധികൃതർക്ക് ലഭിച്ചിരുന്നു. ഇതേ തുടർന്നാണ് അഴീക്കോട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം വ്യാപക പരിശോധന നടത്തിയത്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സി സീമ, AFEO സംന ഗോപൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിഭാഗം ഉദ്യോഗസ്ഥരായ VM ഷൈബു, VN പ്രശാന്തകുമാർ, ER ഷിനിൽകുമാർ, പോലീസ് ഉദ്യോഗസ്ഥരായ ബനീഷ്, ഷിജു, അവിനാഷ്, സീ റെസ്ക്യൂ ഗാർഡുമാരായ സുബീഷ്, സലീം, ഫസൽ, വിപിൻ, പ്രമോദ്, ഡ്രൈവർ അഷ്റഫ് എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത്. വരും ദിവസങ്ങളിലും കർശന നടപടികളും നിരീക്ഷണവും തുടരുമെന്ന് ജില്ലാ ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു. 1.5 മാസം മുൻപ് അറ്റകുറ്റപ്പണികൾ നടത്തിയ റോഡിൽ കുഴിയായി. മഴവെള്ളം ഒഴുകി പോകാതെ റോഡിൽ കെട്ടിക്കിടക്കുന്നതും യാത്രക്കാരെ വലയ്ക്കുകയാണ്. ചിറക്കൽ കാട്ടക്കമ്പാൽ റോഡിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തി 1.5 മാസത്തിനുള്ളിൽ കുഴികൾ രൂപപ്പെട്ടത്. ഈ റോഡ് ആധുനിക രീതിയിൽ നവീകരിക്കാൻ 4 വർഷം മുൻപ് 1.75 കോടി രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ വീതി കുറഞ്ഞ റോഡിൽ കാന നിർമ്മിക്കുന്നതിനെ പറ്റിയുള്ള തർക്കം മൂലം നിർമ്മാണം പൂർത്തിയായില്ല. റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ യാത്രാക്ലേശം രൂക്ഷമായി. കഴിഞ്ഞ മെയ് മാസത്തിൽ കാട്ടാക്കമ്പാൽ പൂരത്തിന് മുന്നോടിയായി PWD നേതൃത്വത്തിൽ റോഡിലെ കുഴികൾ അടച്ച് അറ്റകുറ്റപ്പണികൾ നടത്തുകയായിരുന്നു. എന്നാൽ താൽക്കാലികമായി നടത്തിയ അറ്റകുറ്റപ്പണി മാസം പിന്നിടുമ്പോഴേക്കും കുഴികൾ രൂപപ്പെട്ടു തുടങ്ങി. മഴയിൽ മണ്ണ് ഒലിച്ചെത്തി പലയിടത്തും പരന്നു കിടക്കുകയാണ്. കാനയില്ലാത്തതിനാൽ വെള്ളക്കെട്ടും രൂക്ഷമാണ്. റോഡ് കൃത്യമായി ടാറിംഗ് നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ് കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്ന് പോസ്റ്റൽ ഫോറം പ്രഥമ യോഗം ആവശ്യപ്പെട്ടു. ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ചേർന്ന പോസ്റ്റൽ ഫോറം രൂപീകരണ യോഗത്തിലാണ് ശോചനീയാവസ്ഥയിലായ പോസ്റ്റ് ഓഫീസ് കെട്ടിടം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ഉയർന്നത്. രമ്യ ഹരിദാസ് MP ആയിരിക്കെയാണ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി ഏകദേശം 1 കോടിയോളം രൂപ തപാൽ വകുപ്പ് അനുവദിച്ചത്. എന്നാൽ കെട്ടിടത്തിന്റെ പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കേണ്ട സിവിൽ വിഭാഗത്തിന്റെ അലംഭാവമാണ് കെട്ടിടം പുനർനിർമ്മിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. അധികാരികൾ ഇടപെട്ട് കെട്ടിട നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കണമെന്ന് പോസ്റ്റൽ ഫോറം യോഗം ആവശ്യപ്പെട്ടു. ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പിന്റെ ബാങ്കിംഗ്, ഇൻഷുറൻസ് സേവനങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ജനകീയത വീണ്ടെടുക്കുന്നതിനുമായി ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലാണ് പോസ്റ്റൽ ഫോറം എന്ന പേരിൽ 10 അംഗങ്ങളടങ്ങുന്ന ജനകീയ കമ്മിറ്റി രൂപീകരിക്കുന്നത്. കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നഗരസഭാ കൗൺസിലർ ലബീബ് ഹസന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പോസ്റ്റൽ ഫോറം രൂപീകരിച്ചു. കുന്നംകുളം പോസ്റ്റ് മാസ്റ്റർ CP രേസ്മ ബിന്ദു, നഗരസഭ മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ MV ഉല്ലാസ്, കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയക്കൽ, CCTV മാനേജർ സിൻഡോ ജോസ്, പൊതുപ്രവർത്തകരായ KC റജി മാസ്റ്റർ, TI തോമസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുന്നംകുളം നിയോജകമണ്ഡലം ട്രഷറർ ജിനേഷ് തെക്കേക്കര, RD ഏജന്റുമാരായ CK താണ്ടു, അജിത അശോക്, PK സിസിലി, വനജ രാജേന്ദ്രൻ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് MV ഡാലിഷ്, അക്കൗണ്ടന്റ് അഞ്ജന ജയൻ എന്നിവർ സംസാരിച്ചു. നെല്ലിന്റെ സംഭരണ രീതിയിൽ അടിസ്ഥാന മാറ്റം വരുത്തണമെന്നും വട്ടമ്പാടത്ത് പാൽ സൊസൈറ്റി രൂപീകരിക്കണമെന്നും കേരള കർഷക സംഘം കുന്നംകുളം വെസ്റ്റ് മേഖലാ സമ്മേളനം പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ കോടിയേരി ബാലകൃഷ്ണ നഗറിൽ ചേർന്ന മേഖലാ സമ്മേളനം കർഷക സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KK ബിനു അധ്യക്ഷനായി. മുതിർന്ന പ്രതിനിധിയായ ചന്ദ്രൻ കൊട്ടിലിങ്ങൽ പതാകത്തോടുകൂടിയാണ് സമ്മേളനം ആരംഭിച്ചത്. മേഖലാ സെക്രട്ടറി KP ശ്രീനിവാസൻ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MN സത്യൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഏരിയ ട്രഷറർ M പീതാംബരൻ, ഏരിയ കമ്മിറ്റി അംഗം T മുകുന്ദൻ, CPM വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി GK ജിന്നി എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി KK ബിനു പ്രസിഡന്റ്, KP ശ്രീനിവാസൻ സെക്രട്ടറി, AK പ്രേംലാൽ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് മുരിങ്ങത്തേരി ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെയും എരുമപ്പെട്ടി കെയർ പാലിയേറ്റീവ് സൊസൈറ്റിയുടെയും ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. MLA ഫണ്ട് 24 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പഞ്ചായത്ത് കെട്ടിടം നിർമ്മിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ അധ്യക്ഷനായി. സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയ MC ചാത്തുക്കുട്ടിയുടെ കുടുംബത്തെയും നിർമ്മാണം നിർവഹിച്ച VK സുരേന്ദ്രനെയും ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഉപഹാരം നൽകി ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ, മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീജ സുരേഷ്, സുമന സുഗതൻ, വാർഡ് മെമ്പർ NP അജയൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി ആളൂർ, പഞ്ചായത്ത് മെമ്പർമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ്,
ക്ഷീരസംഘം പ്രസിഡന്റ് PC അബാൽമണി, കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ MK സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വൈകിയാണെങ്കിലും ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വന്നു പറഞ്ഞ പോലെ വളരെ മനോഹരമായി ഇതിൻ്റെ പണി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്പം കാലതാമസം ഉണ്ടായത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പണമില്ലാത്തതല്ല പ്രശ്നം, സാങ്കേതിക പ്രശ്നങ്ങളാണ്. പണം 25 ലക്ഷം രൂപ ഇതിനനുവദിച്ചതാണ് നേരത്തെ. കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ 25 ആദ്യം കൊടുത്തില്ല, പിന്നെ രണ്ടാമതും അതിൻ്റെ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് പണം കൊടുത്താണ് MLA ഫണ്ടിൽ നിന്നും. തീർച്ചയായും ഇന്നിപ്പോൾ ഇത് കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. നല്ല ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ നാടിൻ്റെ സ്വത്താണത്. ഈ നാടിൻ്റെ സ്വത്ത് നമ്മുടെ കുടുംബം എങ്ങനെ സൂക്ഷിക്കുന്നു എന്ന പോലെ ഈ ആരോഗ്യ കേന്ദ്രവും നമുക്ക് നോക്കണം. എനിക്കത് ഉറപ്പുണ്ട് നിങ്ങളത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഈ കേന്ദ്രം നാടിന് സമർപ്പിച്ചതായി അറിയിച്ച് ഞാൻ. സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU 13ാമത് സംസ്ഥാന സമ്മേളനം ജൂൺ 30, ജൂലൈ 1, 2 തീയതികളിൽ ചാവക്കാട് സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി കൺവീനർ NK അക്ബർ MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 30 തിങ്കളാഴ്ച ജില്ലയിലെ രക്തസാക്ഷികളുടെ സ്മൃതി മണ്ഡപങ്ങളിൽ നിന്ന് കൊടിമരം പതാകജാഥകൾ ചാവക്കാട്ടെ പൊതുസമ്മേളന നഗരിയിലെത്തും. ഫെഡറേഷന്റെ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായിരുന്ന രക്തസാക്ഷി VK ഗോപാലൻ പെരിഞ്ഞനത്തിന്റെ മണ്ണിൽ നിന്നും പതാകജാഥയും യൂണിയന്റെ ജില്ലാ ട്രഷററും നഗരസഭാ ചെയർമാനുമായിരുന്ന രക്തസാക്ഷി KP വത്സലൻ കുത്തേറ്റുമരിച്ച അകലാട് ഒറ്റൈനിയിൽ നിന്നും കൊടിമര ജാഥ പ്രയാണവും ആരംഭിച്ച് വൈകിട്ട് 6 മണിക്ക് പൊതുസമ്മേളന നഗരിയിലെത്തിച്ചേരും. ചാവക്കാട് കൂട്ടുങ്ങൽ ചതുരത്തിൽ സംഘാടക സമിതി ചെയർമാൻ TT ശിവദാസൻ പതാക ഉയർത്തും. പതാകജാഥ CITU ജില്ലാ പ്രസിഡന്റ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK കണ്ണൻ കൊടിമരജാഥ ഉദ്ഘാടനം ചെയ്യും. ജൂലൈ 1 രാവിലെ 9:30 മമ്മിയൂർ CK മജീദ് നഗറായ GK ഇവന്റ് സെന്ററിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി 310 പേർ പ്രതിനിധികളായി പങ്കെടുക്കും. ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK പ്രസന്നകുമാരി എന്നിവർ പങ്കെടുക്കും. വൈകിട്ട് 5 ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ ബ്ലൂ ഇക്കോണമി ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും. സെമിനാർ മുൻമന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാക്കൾ സെമിനാറിൽ പങ്കെടുത്തു സംസാരിക്കും. ജൂലൈ 1 പ്രതിനിധി സമ്മേളനം തുടരുകയും വൈകിട്ട് 5 ആയിരക്കണക്കിന് തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാറാലിയും പൊതുസമ്മേളനവും നടക്കും. ചാവക്കാട് കൂട്ടുങ്ങൽ ചതുരത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പുല്ലുവിള സ്റ്റാൻലി, CITU സംസ്ഥാന സെക്രട്ടറി CB ചന്ദ്രബാബു, CN മോഹനൻ എന്നിവർ പങ്കെടുക്കുമെന്ന് MLA പറഞ്ഞു. ചടങ്ങിൽ ജില്ലയിലെ ആദ്യകാല മത്സ്യത്തൊഴിലാളി നേതാക്കളെ ആദരിക്കും. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കും. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, സംഘാടക സമിതി ചെയർമാൻ TT ശിവദാസൻ, യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PA രാമദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം KM അലി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുനുമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷാ വിജയികളെ അനുമോദിക്കുന്നു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 4:30 കുനുമുച്ചി സെന്റ് തോമസ് UP സ്കൂളിൽ ആദരണീയം 2025 എന്ന പേരിൽ നടക്കുന്ന അനുമോദന ചടങ്ങ് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. ബാങ്ക് പ്രസിഡന്റ് A ജയകൃഷ്ണൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികൾ, ബാങ്ക് ഡയറക്ടർമാർ, സഹകാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിക്കുന്നത്. എഞ്ചിൻ തകരാറിലായതിനെ തുടർന്ന് കടലിൽ ഒഴുകി നടന്ന മീൻപിടുത്ത വള്ളത്തിലെ 40 തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. തകരാറിലായ വള്ളവും കരയ്ക്കെത്തിച്ചു. ചേറ്റുവ ഹാർബറിൽ നിന്ന് വെള്ളിയാഴ്ച പുലർച്ചെ 40 തൊഴിലാളികളുമായി മീൻ പിടിക്കാൻ പോയ കഴിമ്പ്രം സ്വദേശി ഇരിങ്ങാതിരുത്തി മണിയുടെ ഉടമസ്ഥതയിലുള്ള തട്ടകത്തമ്മ ഇൻബോർഡ് വള്ളമാണ് കടലിൽ കുടുങ്ങിയത്. വാടാനപ്പള്ളിക്ക് തെക്കുപടിഞ്ഞാറ് കരയിൽ നിന്ന് 5 നോട്ടിക്കൽ മൈൽ അകലെയാണ് വള്ളം എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയത്. കഴിമ്പ്രം വലപ്പാട് സ്വദേശികളായ 40 തൊഴിലാളികളാണ് വള്ളത്തിലുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 മത്സ്യബന്ധന വള്ളവും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത്. തുടർന്ന് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ C സീമയുടെ നിർദ്ദേശപ്രകാരം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VM ഷൈബു, VN പ്രശാന്ത് കുമാർ, ER ഷിനിൽകുമാർ, മുനക്കക്കടവ് തീരദേശ പോലീസ് സ്റ്റേഷനിലെ CPO അവിനാഷ്,
റെസ്ക്യൂ ഗാർഡുമാരായ ഷിഹാബ്, അജിത്, കൃഷ്ണപ്രസാദ്, ബോട്ട് റാങ്ക് റസാഖ്, ഡ്രൈവർ റഷീദ് മുനക്കക്കടവ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയായിരുന്നു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ കുട്ടഞ്ചേരി കുറുമ്പിലാംകുന്ന് പ്രദേശത്തേക്ക് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച മിനി മാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി സി ബിനോജ്, വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശാരദാമ്മ, ക്ഷീരസംഘം പ്രസിഡന്റ് പി സി അബാൽമണി, ആസൂത്രണ സമിതി അംഗം ഒ വി ഷനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂരിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് മിനി മാസ് ലൈറ്റിന് 1.5 ലക്ഷം രൂപ അനുവദിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഡോക്യുമെന്ററിക്കുള്ള ടെലിവിഷൻ അവാർഡിന് അർഹനായ പെരുമ്പിലാവ് സ്വദേശിയും സംവിധായകനും മാധ്യമപ്രവർത്തകനുമായ CM ഷെരീഫിനെ ആദരിച്ചു. കഴിഞ്ഞ ദിവസം പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജിൽ നടന്ന കഹാനി ഫിലിം ഫെസ്റ്റിവൽ ചടങ്ങിലായിരുന്നു ആദരം. അൻസാർ ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഹമ്മൂദ് ഷിഹാബ് CM ഷെരീഫിനെ പൊന്നാടയണിയിച്ചു ആദരിച്ചു. IQAC കോർഡിനേറ്റർ മിനി TJ, ഷൈജ MK, ഷഹാന ഹിബ, K ജസീറ എന്നിവർ സംസാരിച്ചു. കർണാടകയിലെ കുടകിലേക്ക് തൊഴിൽ തേടി പോകുന്ന വയനാട്ടിലെ ആദിവാസികളുടെ ദുരൂഹ മരണങ്ങളും തിരോധാനവും ആസ്പദമാക്കി തയ്യാറാക്കിയ കുടകിലെ കുഴിമാടങ്ങൾ എന്ന ആദിവാസി തിരോധാനങ്ങളും ദുരൂഹ മരണങ്ങളും എന്ന ഡോക്യുമെന്ററിയാണ് ഷെരീഫിനെ അവാർഡിന് അർഹനാക്കിയത്. ഗുരുവായൂർ കിഴക്കേ നടയിൽ സംസ്ഥാന ടൂറിസം വകുപ്പ് നിർമ്മിച്ച അതിഥി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനായുള്ള നിയമ തടസ്സം നീങ്ങുന്നു. അതിഥി മന്ദിരത്തിന്റെ അതിർത്തി സംബന്ധിച്ച സ്വകാര്യ വ്യക്തി നൽകിയ ഹർജിയെ തുടർന്ന് തകർന്ന മതിലിന്റെ തൽസ്ഥിതി തുടരാനുള്ള ഉത്തരവ് കോടതി പിൻവലിച്ചു. അതിഥി മന്ദിരത്തിന്റെ നിർമ്മാണ ഘട്ടത്തിൽ കെട്ടിടത്തിന്റെ കിഴക്കുവശത്ത് വിവിധ ആവശ്യങ്ങൾക്കായുള്ള ടാങ്കുകൾ പണിയുന്നതിന് കുഴിയെടുത്തപ്പോഴാണ് മതിൽ ഇടിഞ്ഞത്. പിന്നീട് മതിൽ കെട്ടാൻ ശ്രമിച്ചപ്പോൾ അതിരിനോട് ചേർന്നുള്ള സ്വകാര്യ സ്ഥലത്തിന്റെ ഉടമ അതിർത്തി ശരിയല്ലെന്ന് പറഞ്ഞ് നിർമ്മാണം തടഞ്ഞു. തുടർന്ന് ചാവക്കാട് മുൻസിഫ് കോടതിയിൽ അതിർത്തി നിർണ്ണയിക്കാൻ കേസ് ഫയൽ ചെയ്ത സ്വകാര്യ വ്യക്തി തൽസ്ഥിതി തുടരാനുള്ള ഉത്തരവ് നേടി. ഇതോടെ അതിഥി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും നീണ്ടു. പിന്നീട് ഗുരുവായൂർ MLA NK അക്ബർ, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സ്ഥല ഉടമയുമായി നടത്തിയ അനുരഞ്ജന ചർച്ചകളുടെ ഭാഗമായി ആദ്യം താലൂക്ക് സർവേയർ, പിന്നീട് ജില്ലാ സർവേയർ കൂടാതെ സ്വകാര്യ സർവേയർ എന്നിവരെ കൊണ്ട് വിവിധ ദിവസങ്ങളിൽ സ്ഥലം അളപ്പിച്ചു. എന്നാൽ ഇവരെല്ലാം തന്നെ പഴയ അതിർത്തി തന്നെ കണ്ടെത്തുകയാണുണ്ടായത്. സ്വകാര്യ ഉടമയെ ഇത് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ 1.5 അടി സ്ഥലം സർക്കാർ ഭൂമിയുടെ കിഴക്കേ അതിരിൽ ഉടനീളം 40 മീറ്ററോളം നീളത്തിൽ ലഭിക്കാതെ കേസ് പിൻവലിക്കില്ല എന്ന നിലപാട് ഇയാൾ സ്വീകരിച്ചു. പിന്നീട് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ താലൂക്ക് സർവേയർ സ്ഥലമളക്കുകയും നേരത്തെ നിർണയിച്ച പ്രകാരം തന്നെ അതിർത്തി കണ്ടെത്തി കമ്മീഷണർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. എന്നാൽ സർക്കാരിന്റെ സ്ഥലം മുഴുവൻ അളക്കണമെന്നാവശ്യപ്പെട്ട് സ്ഥല ഉടമ കോടതിയിൽ വീണ്ടും ഹർജി സമർപ്പിച്ചു. ഇതുപ്രകാരം നടത്തിയ അളവിലും പഴയ അതിർത്തിയിൽ മാറ്റമുണ്ടായില്ല. തുടർന്ന് അതിഥി മന്ദിരത്തിന്റെ ഉദ്ഘാടനം വൈകുന്നതിനാൽ സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയാണെന്നും സർക്കാർ അതിഥി മന്ദിരം വന്നാൽ സ്വകാര്യ ഉടമയുടെ സ്വകാര്യ അതിഥി മന്ദിരത്തിന്റെ ലാഭം കുറയുമെന്നും കാട്ടി ചാവക്കാട് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ കോടതിയിൽ അടിയന്തര പ്രാധാന്യത്തോടെയുള്ള ഹർജി നൽകി. ഈ ഹർജിയാണ് ചാവക്കാട് മുൻസിഫ് കോടതി ജഡ്ജ് ഡോക്ടർ അശ്വതി അശോക് അനുവദിച്ചത്. ഇതേ തുടർന്ന് അതിഥി മന്ദിരത്തിന്റെ മതിൽ നിർമ്മാണം ആരംഭിച്ചു. VVIP മുതൽ സാധാരണക്കാർ വരെയുള്ളവർക്ക് താമസിക്കാവുന്ന 8 നിലകളിൽ 60,000 ചതുരശ്ര അടിയിലുള്ള അതീവ സുരക്ഷാ സംവിധാനത്തോടെയുള്ള അതിഥി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനുള്ള നിയമതടസ്സം ഇതോടെ മാറിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ചാവക്കാട് അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ KR രജിത് കുമാർ ഹാജരായി. ചൊവ്വന്നൂർ തേവർമഠം പുരാഘോഷ കമ്മിറ്റി SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. ചടങ്ങ് കുന്നംകുളം നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വാർഡ് മെമ്പർ ബീന രവി അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജിനീഷ് തെക്കേക്കര, ചൊവ്വന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രസിഡന്റ് CK ബാബുട്ടൻ, പന്തല്ലൂർ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് സുരേന്ദ്രൻ, ട്രഷറർ ഹരിദാസ് എന്നിവർ സംസാരിച്ചു. പ്രമോദ് ചെറിയാൻ സ്വാഗതവും ഗംഗാധരൻ നന്ദിയും പറഞ്ഞു. പുരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് വിക്രമൻ, സെക്രട്ടറി ദാസൻ എന്നിവർ നേതൃത്വം നൽകി. ലയൺസ് ഇന്റർനാഷണൽ 318D ഡിസ്ട്രിക്റ്റിന്റെ സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം ജൂലൈ 1 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ഡിസ്ട്രിക്റ്റിന് കീഴിലുള്ള 45 ക്ലബ്ബുകളുടെ സർവീസ് പ്രൊജക്റ്റുകൾക്കാണ് തുടക്കം കുറിക്കുക.
രാവിലെ 9 മണിക്ക് കുന്നംകുളം ലയൺസ് ക്ലബ്ബ് ഹാളിൽ സൗജന്യ നേത്രപരിശോധന, പ്രമേഹ പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചാണ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം സംഘടിപ്പിക്കുന്നത്. ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ സുരേഷ് കെ വാര്യർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ നടക്കുന്ന ക്യാമ്പിന് ലയൺ പ്രിൻസ് തോമസ്, ലയൺ ബിജു പുറത്തൂർ എന്നിവർ നേതൃത്വം നൽകും. 300ഓളം പേർ ക്യാമ്പിൽ പങ്കെടുക്കും. ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന ലയൺസ് ഇയറിന്റെ ഭാഗമായി കുന്നംകുളം ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ 6 നടക്കും. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് KN സോമകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കുന്നംകുളം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിരവധി സേവന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. മേഖലയിൽ 350 വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കണ്ണട വിതരണം നടത്തി. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കീഴൂർ സ്വദേശിക്കുള്ള വീട് നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. വാർത്താ സമ്മേളനത്തിൽ ജ്യോതിസ് സുരേന്ദ്രൻ, ഗിൽബർട്ട് എസ് പാറമേൽ, CK അപ്പുമോൻ, KC അനൂപ് എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം നോർത്ത് യൂണിറ്റ് കൺവെൻഷൻ ചേർന്നു. CV സ്മാരക ഹാളിൽ ചേർന്ന യോഗം സംഘടന കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി CG ജോബിരാജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MA വേലായുധൻ അധ്യക്ഷനായി. സെക്രട്ടറി ഡെന്നിസ് മങ്ങാട്, ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ, VT ശ്രീധരൻ, VR അബീബ്, P സുലോചന, KM സൂസന്ന, P സരസ്വതി എന്നിവർ സംസാരിച്ചു. പുതിയ അംഗങ്ങളെ സംഘടനയിൽ അംഗത്വം നൽകി സ്വീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്ലാസ്റ്റിക് ഉപയോഗം നിരുത്സാഹപ്പെടുത്തുവാൻ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം. ജീവ ഗുരുവായൂർ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ചൂടുള്ള പായസം പ്ലാസ്റ്റിക് ഡബ്ബയിൽ നൽകുന്നത് ആരോഗ്യത്തിന് ഹാനികരമായതിനാൽ അത് നിർത്തണമെന്നാവശ്യപ്പെട്ട് മെയ് 7 സംഘടനാ ഭാരവാഹികൾ നിവേദനം സമർപ്പിച്ചിരുന്നു. അനുകൂല തീരുമാനമെടുത്ത ഭരണസമിതിയെ ജീവ ഗുരുവായൂർ അനുമോദിച്ചു. പ്രസിഡന്റ് AK സുലോചന ടീച്ചറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം രക്ഷാധികാരി ഡോക്ടർ PA രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജീവ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, PI സൈമൺ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് KU കാർത്തികേയൻ, സെക്രട്ടറി P ശിവദാസൻ, ട്രഷറർ PA പീതാംബരൻ, സന്ധ്യ ഭരതൻ എന്നിവർ സംസാരിച്ചു. വേദി എരനല്ലൂരിന്റെ ആഭിമുഖ്യത്തിൽ ഓണത്തിന് ഒരു മുറം പൂവ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സാംസ്കാരിക സംഘടനയായ വേദി എരനല്ലൂരിന്റെ പ്രവർത്തകരായ ഒരു കൂട്ടം യുവാക്കളുടെ കൂട്ടായ്മയിലാണ് ചെണ്ടുമല്ലി കൃഷിക്ക് തുടക്കമായത്. 10 വർഷമായി തുടരുന്ന പൂക്കൃഷിയുടെ ഭാഗമായി നിലം ഒരുക്കലും കളനീക്കലും വളമിടലും അടക്കം ശാസ്ത്രീയമായിട്ടാണ് നിർവഹിച്ചത്. മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളുള്ള ചെണ്ടുമല്ലി തൈകളാണ് നട്ടത്. 15 സെന്റ് സ്ഥലത്ത് 1500 ചെടികളാണ് നട്ടിരിക്കുന്നത്. തരിശുകിടക്കുന്ന സ്ഥലത്ത് കൃഷിയിറക്കിയതിനു പുറമെ എരനല്ലൂരിലെ വീടുകളിൽ കൃഷിയൊരുക്കുന്നതിനു വേണ്ടി സൗജന്യമായി ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് ഉദ്ഘാടനം ചെയ്തു. വേദി എരനല്ലൂർ സെക്രട്ടറി VK സന്തോഷ്, ഭാരവാഹികളായ PV കൃഷ്ണൻ, ഷാജി കൊളനൂർ, KB രഞ്ജിത്ത്, പ്രേമൻ പാങ്ങിൽ, PV ഷാജി, ലജീഷ് ഗംഗാധരൻ, AK വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കണ്ടാണശ്ശേരി യൂണിറ്റ് കൺവെൻഷൻ നടന്നു. മറ്റം കരിസ്മ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് C നാരായണൻ അധ്യക്ഷനായി. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം CP തോമസ് മുഖ്യാതിഥിയായി. ബ്ലോക്ക് ഭാരവാഹികളായ ചാൾസ് വർഗീസ്, VA ജോണി, CP ആന്റണി, MP ഗിരിജ, യൂണിറ്റ് സെക്രട്ടറി PR സത്യബാലൻ, CO ലൂസി എന്നിവർ സംസാരിച്ചു. പുതിയ അംഗങ്ങളെ ബൊക്കെ നൽകി സ്വീകരിച്ചു. യൂണിയൻ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളായ SSLC+2 പരീക്ഷാ വിജയികളെയും ഡോക്ടറേറ്റ് നേടിയ ആതിര നടരാജനെയും ചടങ്ങിൽ മൊമന്റോ നൽകി അനുമോദിച്ചു. വികസനം എന്നാൽ വിദ്യാഭ്യാസത്തിന്റെ കൂടി വളർച്ചയാകണമെന്ന് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് കുന്നംകുളം നഗരസഭയുടെ SSLC+2 പുരസ്കാര ദാനം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാം ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പാതയിലാണ്. ആധുനിക വിദ്യാഭ്യാസം എന്നാൽ വിവരശേഖരണത്തോടൊപ്പം തന്നെ അറിയുക എന്നുള്ളതുമാണ്. അതിനാൽ തന്നെ പുതുതലമുറയുടെ വിദ്യാഭ്യാസം പ്രകൃതിയിൽ നിന്ന് കൂടുതൽ അറിയുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തെ ഈ ഗണത്തിൽപ്പെടുത്തി വിജയിപ്പിക്കാനായാൽ സമൂഹം മാതൃകാപരമാവുമെന്നും C രവീന്ദ്രനാഥ് കൂട്ടിച്ചേർത്തു. നല്ല തലമുറയെ വാർത്തെടുക്കണം എന്ന
ലക്ഷ്യത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അതായത് സമഗ്ര വികസനമാണ് ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ ഇവിടെ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നത് പ്രോത്സാഹനം എന്ന രീതിയിലാണ്. ആധുനിക മനഃശാസ്ത്രം പറയുന്നത് കുട്ടികളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ്. അച്ഛനമ്മമാരും അധ്യാപകന്മാരൊക്കെയുള്ളതെന്ന് വെച്ചാൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AR നിഗീഷ് മുഖ്യാതിഥിയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രമൻ, T സോമശേഖരൻ, പ്രിയ സതീഷ്, PK ഷബീർ, കൗൺസിലർമാരായ ബിജു സി ബേബി, KK മുരളി, ബീന രവി, മിനി മോൺസി, സെക്രട്ടറി KB വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച വിജയം നേടിയ സ്കൂളുകൾ, വായനാ ദിനത്തിലെ ക്വിസ് മത്സര വിജയികൾ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. പെൻഷൻകാർ ഉൾപ്പെടെ സമൂഹത്തിലെ പ്രായമായവരുടെ സാമ്പത്തിക സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഗുരുവായൂർ ടൗൺ യൂണിറ്റ് കൺവെൻഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. നഗരസഭാ ലൈബ്രറി ഹാളിൽ ജില്ലാ കമ്മിറ്റി അംഗം KT ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് M രവീന്ദ്രൻ അധ്യക്ഷനായി. നവാഗതരെ സ്വീകരിച്ച് അംഗത്വ പ്രവർത്തനോദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ നിർവഹിച്ചു. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സീനിയർ ഫെലോഷിപ്പ് നേടിയ ഷാജു പുതൂരിനെ രക്ഷാധികാരി PI സൈമൺ മാസ്റ്റർ ആദരിച്ചു. ഷാജു പുതൂർ മറുപടി പറഞ്ഞു. പെൻഷൻകാരുടെ കുടുംബങ്ങളിലെ പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ബ്ലോക്ക് സെക്രട്ടറി KA വാസു ആദരിച്ചു. കൺവീനർ PR സുബ്രഹ്മണ്യൻ പച്ചക്കറി തോട്ട പരിപാലന മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് വിത്ത് വിതരണം ചെയ്തു. MK ദേവകി കിടപ്പ് രോഗി സന്ദർശനം നടത്തി. PA ശിവദാസൻ, VS രേവതി ടീച്ചർ, M രതി ടീച്ചർ, KR ശശിധരൻ, PK വിജയലക്ഷ്മി ടീച്ചർ, N ജോർജ് പോൾ എന്നിവർ സംസാരിച്ചു. വടുതല വട്ടമ്പാടം സെന്ററിലെ മരത്തിന്റെ അപകടാവസ്ഥയിലുള്ള കൊമ്പുകൾ മുറിച്ചു മാറ്റണമെന്ന് CPI ബ്രാഞ്ച് കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. സുലൈമാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം ഷാജൻ മാസ്റ്റർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രഞ്ജൻ മാസ്റ്റർ, KS ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി സിദ്ധാർത്ഥൻ സ്വാഗതവും ആഷിഖ് നന്ദിയും പറഞ്ഞു. തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിരുദദാന ചടങ്ങ് സംഘടിപ്പിച്ചു. ബിടെക്, MTech, MCA എന്നീ വിഭാഗത്തിലുള്ള 500-ലധികം വിദ്യാർത്ഥികൾക്കാണ് ബിരുദദാനം നടത്തിയത്. ഡോക്ടർ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല അക്കാദമിക്സ് ഡീൻ ഡോക്ടർ വിനു തോമസ് മുഖ്യാതിഥിയായി. വിമർശനാത്മകമായി ചിന്തിക്കാനും നവീകരിക്കാനും സമൂഹത്തിന് അർത്ഥപൂർണമായ സംഭാവന നൽകുവാനുള്ള കഴിവ് വികസിപ്പിക്കുന്നതിന് ഉതകുന്നതാകണം വിദ്യാഭ്യാസമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചീഫ് പേട്രൺ TK കുട്ടപ്പൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ഡോക്ടർ C സുനിത ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. VICT എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ലാൽ, അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ PR ഷാലിജ്, അഡ്മിനിസ്ട്രേറ്റർ ഡയറക്ടർ റിട്ടയേർഡ് SP അഡ്വക്കേറ്റ് PN ഉണ്ണിരാജൻ IPS, EG അശോകൻ, ഡോക്ടർ P പ്രതാപചന്ദ്രൻ നായർ, ഡോക്ടർ KA ജീവ, അഡ്വക്കേറ്റ് പുലരി രാജീവ്, പോൾ ചാക്കോള, PC ഗിരീഷ് കുമാർ, C സന്തോഷ് എന്നിവർ സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു. വിവിധ വകുപ്പ് മേധാവികൾ നേതൃത്വം നൽകി. കോലഞ്ചേരി കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ പഴഞ്ഞിയിൽ ഏകദിന സുവിശേഷ യോഗം സംഘടിപ്പിച്ചു. ജെറുസലേം ബസാറിലെ ഹാപ്പി ഹോം ഓഡിറ്റോറിയത്തിൽ നടന്ന സുവിശേഷ യോഗത്തിൽ KSEB റിട്ടയേർഡ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ UT ജോർജ് സന്ദേശം നൽകി. ഗാനശുശ്രൂഷയ്ക്ക് CA എബ്രഹാം നേതൃത്വം നൽകി. CB സിബിൻ സ്വാഗതം പറഞ്ഞു. CT തമ്പി, മോളി, വിൻസ് എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു. PV വിൽസൺ പ്രാർത്ഥന നയിച്ചു. കാൽവറി പ്രയർ ഫെലോഷിപ്പ് കുന്നംകുളം യൂണിറ്റ് കോർഡിനേറ്റർ CB സിബിൻ നേതൃത്വം നൽകി. അങ്ങേ പോലെ ദൈവമേ ആരുള്ളി ലോകേ, അങ്ങേലല്ലാതെ വേറെയില്ലെന്നാശ്രയം. പക്ഷേ ക്രൈസ്തവർക്ക് ഏറ്റവും താല്പര്യമില്ലാത്ത ഒരു വിഷയമാണ് ദൈവത്തിൻ്റെ വചനം. പെരുന്നാളുകളും ആഘോഷങ്ങളും ആർഭാടങ്ങളും എല്ലാം ക്രൈസ്തവർക്ക് വളരെ ആനന്ദകരമാണെങ്കിലും ദൈവവചനം ക്രൈസ്തവർക്ക് വളരെ ഇഷ്ടക്കുറവുള്ളതായ ഒരു വിഷയമാണ്. എന്നാൽ ആ വചനത്തോടുള്ള പ്രിയം കിട്ടിയ ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്ന അനേകരും. ഞാനും അങ്ങനെയാണ്. SSF വടക്കേക്കാട് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന സാഹിത്യോത്സവം ആരംഭിച്ചു. ശനി ഞായർ ദിവസങ്ങളിലായി അണ്ടത്തോട് ഷുജാഇ നഗറിലാണ് സാഹിത്യോത്സവം നടക്കുന്നത്. ശനിയാഴ്ച കാലത്ത് 9 മണിക്ക് സ്റ്റേജിതര മത്സരങ്ങളാണ് ആദ്യം നടന്നത്.
വൈകിട്ട് 5 മണിക്ക് സ്വാഗത സംഘം കോർഡിനേറ്റർ പെർഫ്യൂം കുഞ്ഞുമോൻ ഹാജി സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടത്തുന്ന സമ്മേളനം കഥാകൃത്തും സാഹിത്യകാരനുമായ പി. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. SJM വടക്കേക്കാട് റേഞ്ച് പ്രസിഡന്റ് അബൂബക്കർ ലത്തീഫി പ്രാർത്ഥന നടത്തുന്ന ചടങ്ങിൽ SSF വടക്കേക്കാട് ഡിവിഷൻ സെക്രട്ടറി ഹാഷിം സഅദി ചെമ്മണൂർ മുഖ്യപ്രഭാഷണം നടത്തും. സ്വാഗത സംഘം ചെയർമാൻ സിദ്ദിഖ് മാസ്റ്റർ പാപ്പാളി അധ്യക്ഷത വഹിക്കും. വൈകിട്ടു നടക്കുന്ന സമാപന സമ്മേളനം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. സമസ്ത കേന്ദ്ര മുഷാവറ അംഗം വെൺമേനാട് ഉസ്താദ് പ്രാർത്ഥന നടത്തുന്ന വേദിയിൽ അൻസാർ സഖാഫി അണ്ടത്തോട് അധ്യക്ഷത വഹിക്കും. IMK ഉസ്താദ് കല്ലൂർ നസീഹത്ത് നടത്തും. SSF തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അനസ് ചേലക്കര സന്ദേശ പ്രഭാഷണം നടത്തും. സയ്യിദ് ഫൊലൽ നെയ്മി അൽ ജിഫ്രി വടക്കൂട്ട് ഫലപ്രഖ്യാപനം നടത്തുന്ന വേദിയിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കും. 8 വേദികളിലായി വിവിധ വിഭാഗങ്ങളിലായി 183 മത്സര ഇനങ്ങളിൽ 400ഓളം വിദ്യാർത്ഥികൾ സാഹിത്യോത്സവത്തിൽ മാറ്റുരയ്ക്കും. ഭാരക്കുറവോടെ ജനിച്ച കുഞ്ഞിനെ കൃത്യമായി പരിചരിച്ച് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു കൊണ്ടുവന്ന് കുന്നംകുളം മലങ്കര ആശുപത്രി. 960 ഗ്രാം മാത്രം ഭാരമായി ജനിച്ച കുഞ്ഞിനെയാണ് 40 ദിവസത്തെ പരിചരണത്തിന് ശേഷം ആരോഗ്യമുള്ള കുഞ്ഞായി വീട്ടിലേക്ക് മടക്കി അയച്ചത്. ഇത്തരത്തിൽ സങ്കീർണമായ പ്രസവങ്ങൾ സാധാരണമാണെങ്കിലും കുന്നംകുളം പോലെയുള്ള പ്രാന്തപ്രദേശത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവമെന്ന് പ്രസവ ശുശ്രൂഷ നൽകിയ ഡോക്ടർ പൗർണമി പറഞ്ഞു. 30 ആഴ്ച മാത്രം പ്രായമുള്ള കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനായതിന്റെ സന്തോഷത്തിലാണ് ആശുപത്രി അധികൃതർ. കുന്നംകുളം രാജശ്രീ രാമവർമ്മ മെമ്മോറിയൽ LP സ്കൂളിലെ 2025-2026 അധ്യയന വർഷത്തെ PTA ജനറൽ ബോഡി യോഗവും രക്ഷിതാക്കൾക്കായി ലഹരിക്കെതിരായുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. നാർക്കോട്ടിക് സെല്ലിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സനീഷ് ബാബു ക്ലാസ് നയിച്ചു. HM ഇൻചാർജ് ആശ, സ്റ്റാഫ് സെക്രട്ടറി സരിത മേരി എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ മെറിറ്റ് ഫെസ്റ്റ് 2025 ആഘോഷിച്ചു. സ്കൂളിന്റെ SSLC പരീക്ഷയിലെ 100% വിജയാഘോഷവും വ്യക്തിഗതമായി ഉന്നത വിജയം നേടിയവർ, NMS, USS, LSS, USS സ്കോളർഷിപ്പ് നേടിയവർ തുടങ്ങിയവർക്കുള്ള ആദരിക്കലുമുണ്ടായി. ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീബ ചാക്കോ, കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ, ഫാദർ ജോൺ കിടങ്ങൻ, മരിയ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ വെൺമ, കോർപ്പറേറ്റ് മാനേജർ സിസ്റ്റർ രശ്മി, വാർഡ് കൗൺസിലർ സിൻസി ജോർജ് എന്നിവർ സംസാരിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ഡോക്ടർ വിന്നി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥികൾക്ക് ട്രോഫികളും ട്യൂഷൻ ഇല്ലാതെ A+ നേടിയവർക്ക് ക്യാഷ് അവാർഡും സമ്മാനിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂൾ 2025-2026 അധ്യയന വർഷത്തിൽ LPSTയുടെ ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കാനുള്ള ഇന്റർവ്യൂ ജൂലൈ 1 ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് സ്കൂളിൽ നടക്കും. യോഗ്യതയുള്ളവർ അസൽ രേഖകളും അവയുടെ പകർപ്പും സഹിതം ഹാജരാകണമെന്ന് പ്രധാന അധ്യാപിക അറിയിച്ചു. ചെമ്മന്തട്ട ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ലക്ഷാർച്ചനയും പ്രതിഷ്ഠാദിനവും ജൂലൈ 3-4 തീയതികളിൽ ആഘോഷിക്കും. വ്യാഴാഴ്ച രാവിലെ ലക്ഷാർച്ചന നടക്കും. ദീപാരാധനയ്ക്ക് മുൻപ് കലശാഭിഷേകം, രാത്രി 7:30 ഭക്തിഗാനസുധ ഉണ്ടാകും. വെള്ളിയാഴ്ച പ്രതിഷ്ഠാദിനത്തിൽ 1000 കുടം അഭിഷേകം, തുടർന്ന് പ്രസാദഊട്ടും നടക്കും. കല്ലുംപുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ 20ാം കുടുംബസംഗമം ഞായറാഴ്ച നടക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് വീടുകളിൽ മരുന്ന് എത്തിച്ചു നൽകൽ, അനാഥ മന്ദിര സന്ദർശനം, തൃശൂർ മെഡിക്കൽ കോളേജ് ക്യാൻസർ വാർഡിൽ ധനസഹായം, രോഗി പരിചരണത്തിനുള്ള ഉപകരണങ്ങൾ, വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ എന്നിവ നൽകി വരുന്നുണ്ട്. ഞായറാഴ്ച വൈകിട്ട് വർഗീസ് മെമ്മോറിയൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന കുടുംബസംഗമം സീനിയർ അംഗം CV ശോശാമ ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ K. മണികണ്ഠൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിക്കും. വിവാഹ ജീവിതത്തിൽ രജത ജൂബിലി ആഘോഷിക്കുന്നവർ, നവദമ്പതികൾ, വിവിധ പരീക്ഷകളിലെ വിജയികൾ, 60, 70, 84, 90 വയസ്സ് തികഞ്ഞവർ എന്നിവർക്ക് ആദരവും ചടങ്ങിൽ നടക്കും. വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടാകും. പരിപാടികൾക്ക് പ്രസിഡന്റ് സിജു ചുമാർ, സെക്രട്ടറി റെന്നി ചെറുവത്തൂർ, ട്രഷറർ ബിജു താരുകുട്ടി, റിലീഫ് മിഷൻ കൺവീനർ ജോസ് വൈദ്യർ എന്നിവരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും നേതൃത്വം നൽകും. വിപണി വെളിച്ച വിസ്മയം തീർത്ത് കുന്നംകുളത്ത് സോയ് ലൈറ്റിംഗ്സ് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ശാന്തി നഗറിലാണ് സോയ് ലൈറ്റിംഗ്സ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൾ ഹമീദ് നിർവഹിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, KVVS തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വീടുകളിലേക്കും ഓഫീസുകളിലേക്കും ആവശ്യമായ ആധുനിക രീതിയിലുള്ള വിവിധ ലൈറ്റുകളുടെ
വിശാലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം ഗുണമേന്മയും വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇലക്ട്രിക്കൽസ്, പ്ലംബിംഗ്, സാനിറ്ററി, ഹാർഡ്വെയർ, കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സ്ഥാപനങ്ങൾ കേരള ഇലക്ട്രിക്കൽസ് വാടാനപ്പള്ളി, അൽ ഹദീർ ഹാർഡ്വെയർ അകലാട്, മൈമൂൺ ഇലക്ട്രിക്കൽസ് മുഖ്യലപീടിക വടക്കേക്കാട്, ചിന്നിക്കൽ ഹാർഡ്വെയർ തിരുവത്ര, സോയ് ലൈറ്റിംഗ്സ് കുന്നംകുളം, ശാന്തിനഗർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം. ഫോൺ 8086101888 9544654811. കുന്നംകുളം കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മെമ്പർമാരുടെ മക്കളെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് KA അസീസ് അധ്യക്ഷനായി. ബോർഡ് മെമ്പർമാരായ എഡ്വി സക്രിയ, ഷറഫുദ്ദീൻ AA എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് ജിതിൻ K വിജയ് സ്വാഗതവും സെക്രട്ടറി CC ലിമി നന്ദിയും പറഞ്ഞു. കേരള കർഷക സംഘം ചൊവ്വന്നൂർ മേഖലാ സമ്മേളനം കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ജോഫി അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് AJ സ്റ്റാൻലി, ഏരിയ ജോയിന്റ് സെക്രട്ടറി MV പ്രശാന്ത്, ഏരിയ കമ്മിറ്റി അംഗം KK സതീശൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാൻ A സജി മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. മേഖലാ സെക്രട്ടറി മിറാഷ് PH പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുതിർന്ന കർഷകരെ സമ്മേളനത്തിൽ ആദരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,930 രൂപ, സ്വർണം പവന് 71,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 115 രൂപ. ചർമ്മം കല്ലുംപുറം മേക്കാട്ടുകുളം പരേതനായ ഉക്രുവിന്റെ മകൻ കൊച്ചുകുഞ്ഞൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11:30 കല്ലുംപുരം മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ നടക്കും. മോളിയാണ് ഭാര്യ. ഡിജു, ഡിനു എന്നിവർ മക്കളാണ്. കാട്ടകമ്പാൽ ചിറക്കൽ താഴത്തേയിൽ പരേതനായ മൂസക്കുട്ടിയുടെ മകൻ അഷ്റഫ് നിര്യാതനായി. 62 വയസ്സായിരുന്നു. കബറടക്കം ചിറക്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ലൈലയാണ് ഭാര്യ. ഷംനാദ്, റിൻഷാദ്, നിധ എന്നിവർ മക്കളാണ്. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു പരേതൻ. കാട്ടകമ്പാൽ ചിറയൻകാട് നൊട്ടത്തയിൽ സയ്യിദ് ഹാജി മകൻ അബ്ദുസലാം ഹാജി നിര്യാതനായി. 64 വയസ്സായിരുന്നു. ദീർഘകാലമായി ചിറയൻകാട് മഹല്ല കമ്മിറ്റി അംഗമായും ചിറക്കൽ IG ഇംഗ്ലീഷ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയിലും പ്രവർത്തിച്ചു വരികയാണ്. ജാരിയ ഭാര്യയും ഷബീർ, ബഷീർ, ഷബീർ, ഷമീൽ എന്നിവർ മക്കളുമാണ്. കബറടക്കം ചിറയൻകാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. പൂവത്തൂർ കൊമ്പൻ വീട്ടിൽ പരേതനായ ഫ്രാൻസിസ് ഭാര്യ അന്നമ്മ നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റോസി, ജോയ്, ആന്റണി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂരിനെ കടക്കണിയിലാക്കിയെന്നാരോപിച്ച് നഗരസഭയ്ക്ക് അവാർഡ് നൽകിയ പ്രതിപക്ഷം. കൗൺസിൽ യോഗത്തിലായിരുന്നു നാടകീയ രംഗങ്ങൾ. ഗൗരവതരമുള്ള വിഷയം ചെയർമാൻ നിസ്സാരവൽക്കരിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ. വിഷയത്തിൽ സാധ്യമായത് ചെയ്യുമെന്ന് ചെയർമാൻ M കൃഷ്ണദാസ്. തീവ്രത കുറഞ്ഞുവെങ്കിലും മഴ തുടരുന്നു. നാശനഷ്ടങ്ങൾ വ്യാപകം. കനത്ത മഴയിൽ പെരുമ്പിലാവ് ആൽത്തറയിൽ വീടിന്റെ മുൻവശം തകർന്നു. മുന്നൂർക്കുളത്ത് കോൺക്രീറ്റ് ജലസംഭരണി കിണറിന് മുകളിലേക്ക് തകർന്നു വീണു. ഓപ്പറേഷൻ അരണക്കിളി 3 മീൻപിടുത്ത വള്ളങ്ങൾ പിടികൂടി. ട്രോളിംഗ് നിരോധന കാലത്ത് നിയമം ലംഘിച്ച് പ്രജനനത്തിന് പാകമായ കടലിലെ അടിത്തട്ട് മീനുകൾ പിടിച്ച ഫൈബർ വള്ളങ്ങൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘമാണ് പിടികൂടിയത്. 85,000 രൂപ പിഴ ഈടാക്കി. വള്ളങ്ങളിലെ മീൻ ലേലം ചെയ്ത് കിട്ടിയത് 3.43 ലക്ഷം രൂപ. പരിശോധന ഇനിയും തുടരുമെന്ന് അധികൃതർ. സർക്കാർ ആശുപത്രിയിലേക്ക് വഴിയൊരുക്കുന്നതിൽ അനാസ്ഥയെന്ന ആരോപണം. എരുമപ്പെട്ടിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
കുന്നംകുളം തെക്കേയങ്ങാടി വടക്കേതലക്കൽ വീട്ടിൽ മോഹൻ ചെറിയവിയുടെ 16ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതിന്റെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.